സൺഡേ ശാരോമിലേക്ക് സ്വാഗതം. ഞാൻ ജോസ് ജോൺ മല്ലികശ്ശേരി. നമ്മുടെ നാട്ടിലെ ഇസ്ലാമിസ്റ്റുകളും കമ്മ്യൂണിസ്റ്റുകളും ചേർന്ന് ഒന്നടങ്കം ഒരേ നിലവിളിയാണ്. ജൂതന്മാര് സൈപ്രസ് കീഴടക്കുന്നേ, സൈപ്രസ് വിഴുങ്ങാൻ പോകുന്നേ എന്ന് പറഞ്ഞുകൊണ്ട്. യുദ്ധത്തിന്റെ സമയത്ത്, 12 ഡേ വാറിന്റെ സമയത്ത് യുദ്ധം തുടങ്ങി രണ്ടാമത്തെ ദിവസം നെതന്യാഹു സൈപ്രസിലേക്ക് മുങ്ങി എന്ന് പറഞ്ഞുകൊണ്ടൊരു വാർത്ത അടിച്ചിറക്കിയിരുന്നു. അത് കഴിഞ്ഞ് പിന്നീട് ഇസ്രായേൽക്കാർ കൂട്ടത്തോടെ സൈപ്രസിലേക്ക് കുടിയേറുകയാണ് എന്ന് പറഞ്ഞൊരു വാർത്ത അടിച്ചിറക്കിയിരുന്നു. നമ്മളുടെ വീഡിയോകളുടെ അടിയിലും വന്ന് വളരെ യോഗ്യന്മാരായിട്ടുള്ള ആളുകൾ, സ്കൂൾ വിദ്യാഭ്യാസം ലഭിക്കാത്ത, മദ്രസാ വിദ്യാഭ്യാസം മാത്രം ലഭിച്ച സുഹൃത്തുക്കൾ വന്നിട്ട് നിലവിളിച്ചിരുന്നു. എല്ലാവരും കൂടി സൈപ്രസ് എവിടെയാണെന്ന് കൂടെ അറിയുമെന്ന് അറിയില്ല. ഇപ്പൊ ഈ പറയുന്ന നെതന്യാഹു സൈപ്രസിലേക്ക് ഒളിച്ചു എന്ന് പറയുന്ന ആളുകളുടെ ഇറാനിലെ ഖമനേയി അന്ന് മുങ്ങിയ മുങ്ങല് ഇന്നും അദ്ദേഹം പുറത്തേക്ക് വന്നിട്ടില്ല. അപ്പൊ അത് പ്രശ്നമല്ല. നെതന്യാഹു സൈപ്രസിൽ മുങ്ങി എന്നും പറയുന്ന നിലവിളിയാണ്. നെതന്യാഹു സൈപ്രസ് ഒന്നും മുങ്ങിയിട്ടില്ല. നെതന്യാഹു നെഞ്ചു വിരിച്ച് റോഡിൽ നടക്കുന്ന കാര്യം എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. അത് ആ വഴിക്ക് പോട്ടെ. ഇനി സൈപ്രസ് വിഷയം എന്താണെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. എവിടെയാണ് സൈപ്രസ്? ഇസ്രായേലിന്റെ പടിഞ്ഞാറ് ഭാഗത്ത് മെഡിറ്ററേനിയൻ സീ ആണ് എന്നുള്ള കാര്യം നമുക്കറിയാം. മെഡിറ്ററേനിയൻ സീ അങ്ങനെ അറ്റ്ലാന്റിക്കിൽ ഇങ്ങോട്ട് നീണ്ടു വന്ന് ഇസ്രായേലൊക്കെയുള്ള ആ ഒരു ഭാഗത്ത് വന്നിട്ട് ഇങ്ങനെ ഒരു കുളം പോലെ ഇങ്ങനെ നിൽക്കുകയാണ് ചെയ്യുക. അതിന് ചുറ്റും ഉള്ള രാജ്യങ്ങൾ ഒക്കെ നമുക്കറിയുന്നതാണ്. ആ മെഡിറ്ററേനിയൻ സീയുടെ ഉള്ളിലുള്ള ഒരു ദ്വീപിന്റെ പേരാണ് സൈപ്രസ് എന്ന് പറയുന്നത്. സൈപ്രസ് വളരെ പഴയ രാജ്യമാണ്, വലിയ ചരിത്രമുള്ള രാജ്യമാണ്. ബൈബിളിൽ ധാരാളം പരാമർശങ്ങൾ സൈപ്രസിനെ സംബന്ധിച്ചുണ്ട്. ക്രിസ്തീയ സഭ, ക്രിസ്ത്യാനിറ്റി ഏറ്റവും ആദ്യം വേരുപിടിച്ച സ്ഥലങ്ങളിൽ ഒന്നാണ് സൈപ്രസ് എന്ന് പറയുന്നത്. സെയിന്റ് പോള് തന്റെ സുവിശേഷ യാത്രകൾ ആരംഭിക്കുന്നത്, പ്രേക്ഷിത യാത്രകൾ ആരംഭിക്കുന്നത് സൈപ്രസിൽ നിന്നാണ്. സൈപ്രസ് ബൈബിളുമായി വളരെയേറെ ബന്ധപ്പെട്ടതും ക്രിസ്ത്യാനികളെ സംബന്ധിച്ച് വളരെ പ്രാധാന്യമുള്ളതുമായ ഒരു സ്ഥലമാണ്. ഇതിന്റെ വടക്ക് ഭാഗത്ത് ഉള്ളത് ടർക്കിയാണ്. വടക്ക് ഭാഗത്ത് എന്ന് പറയുമ്പോൾ കടലാണ് വടക്ക് ഭാഗത്ത്. കടൽ കഴിഞ്ഞാൽ ഉടനെ വരുന്നത് ടർക്കിയുടെ തീരമാണ്. ഇനി കിഴക്ക് ഭാഗത്തേക്ക് വരികയാണെങ്കിൽ സിറിയയുണ്ട്, ലെബനോൺ ഉണ്ട്, ഇസ്രായേലുണ്ട്. അപ്പം അതാണ് കിഴക്ക് ഭാഗത്തുള്ള തീരങ്ങളിൽ. അപ്പം ഇസ്രായേലിൽ നിന്ന് ഏകദേശം ഒരു 360 കിലോമീറ്റർ അകലത്തിലാണ് കടലിൽ ഈ സൈപ്രസ് സ്ഥിതി ചെയ്യുന്നത്. ഒരു കൊച്ചു ദ്വീപാണ്. ഇപ്പോഴത്തെ പോപ്പുലേഷൻ ഏകദേശം ഒരു 13.5 ലക്ഷമാണ് അവിടുത്തെ ഇപ്പോഴത്തെ പോപ്പുലേഷൻ. പണ്ട് മുതലേ ആളുള്ള സ്ഥലമാണ്, ഞാൻ സൂചിപ്പിച്ചു. അതിന്റെ തെക്ക് ഭാഗത്ത് വരുന്നത് കുറെ അങ്ങോട്ട് നീങ്ങിയിട്ട് ഈജിപ്ത് വരും. ഈ പടിഞ്ഞാറ് ഭാഗത്താണ് സൈപ്രസിനെ സംബന്ധിച്ച് ഏറ്റവും പ്രാധാന്യമുള്ള രാജ്യമുള്ളത്. അത് ഗ്രീസാണ്. സൈപ്രസിൽ നിന്ന് കുറെ അകലെയാണ്. അപ്പൊ ഈ മെഡിറ്ററേനിയനിലേക്ക് നീണ്ടു കിടക്കുന്ന ദ്വീപാണ്, ഒരു ഉപദ്വീപാണ് ഗ്രീസ് എന്ന് നമുക്കറിയാം. ഗ്രീസിൽ ധാരാളം കുഞ്ഞു കുഞ്ഞു ദ്വീപുകളൊക്കെ കൂടെ ചേർന്ന ഒരു രാജ്യമാണ് ഗ്രീസ്. എങ്കിലും അത് മെയിൻലാൻഡിനോട് ചേർന്നിട്ടാണ്. മെയിൻലാൻഡിലും അതിന്റെ ഭാഗങ്ങളുണ്ട്. അപ്പൊ ആ ഗ്രീസാണ് പടിഞ്ഞാറ് ഭാഗത്ത് ഇതിന്റെ ഏറ്റവും നൈബറായിട്ട് വരുന്നത്. പിന്നീട് അതിന്റെ പുറകില് തന്നെ മെഡിറ്ററേനിയൻ സീയില് ഇറ്റലിയുണ്ട്. പിന്നെ അങ്ങോട്ട് പടിഞ്ഞാറൻ ഭാഗത്ത് നിന്ന് വടക്കോട്ട് നീങ്ങാണെങ്കിൽ യൂറോപ്യൻ രാജ്യങ്ങൾ ഒന്നൊന്നായിട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. അപ്പൊ അതാണ് സൈപ്രസിന്റെ ഒരു ഭൂമിശാസ്ത്രം എന്ന് പറയുന്നത്. ഇനി സൈപ്രസിലുള്ള ജനത എന്ന് പറയുന്നത് ഗ്രീസിൽ നിന്ന് വന്ന ആളുകളാണ് സൈപ്രസിൽ താമസമായിട്ടുള്ളത്. പഴയ കാലം മുതൽ, BC കാലഘട്ടം മുതൽ ഗ്രീസിൽ നിന്നാണ് സൈപ്രസിലേക്ക് മൈഗ്രേഷൻ. ഗ്രീക്ക് ഒറിജിനാണ്. അതുകൊണ്ട് തന്നെ അവിടുത്തെ ഭാഷയും ഗ്രീക്ക് ഭാഷയാണ്. അപ്പൊ ഒരു ഗ്രീസിന്റെ ഒരു എക്സ്റ്റൻഷനാണ് സൈപ്രസ് എന്ന് നമുക്ക് വിചാരിക്കാം. പിന്നീട് ഈ ഓട്ടോമൻ എംപയറിന്റെ കാലത്ത്, ടർക്കിഷ് ഇൻവാഷൻ വരുന്ന കാലത്ത്, ഓട്ടോമൻ എംപയർ എന്ന് പറയുന്നത് തുർക്കി, ഇന്നത്തെ ടർക്കിയ എന്നാണ് രാജ്യത്തിന്റെ പേര്. അത് കേന്ദ്രമായി ഇവോൾവ് ചെയ്തു വന്ന ഒരു സാമ്രാജ്യത്വ ശക്തിയാണ് ഓട്ടോമൻ എംപയർ എന്നുള്ളത്. അത് ലോകത്തിന്റെ പ്രമുഖ ഭാഗങ്ങൾ പിടിക്കുകയും റോമൻ സാമ്രാജ്യത്തെ ഇല്ലാതാക്കുകയും ഒക്കെ ചെയ്ത ചരിത്രം നമുക്കറിയാം. 1571 ഈ ഓട്ടോമൻ എംപയർ ഈ സൈപ്രസ് പിടിച്ചടക്കുന്നത്. അന്ന് സൈപ്രസിലെ മുസ്ലിങ്ങളില്ല. ഓട്ടോമൻ എംപയർ സൈപ്രസ് പിടിക്കുന്ന സമയത്ത് മുസ്ലിങ്ങളില്ല. 1878 ഓട്ടോമൻ എംപയറിന്റെ കയ്യിൽ നിന്ന് ബ്രിട്ടൻ അത് ലീസിനെടുക്കുകയാണ് ദ്വീപ്. കാരണം ഈ ദ്വീപിന് വലിയ സ്ട്രാറ്റജിക് ഇമ്പോർട്ടൻസ് ഉണ്ട്. ഈ കടലിൽ, ഈ മെഡിറ്ററേനിയനിലായതുകൊണ്ട് ഇവിടെ നിന്ന് സൂയസ് കനാലിലേക്ക് പോകാനുള്ള സൗകര്യം, മറ്റു രാജ്യങ്ങളിലേക്ക് പോകാനുള്ള സൗകര്യം, അപ്പൊ ഇടയ്ക്കുള്ള ഒരു പോർട്ടായിട്ട് ഉപയോഗിക്കാൻ വേണ്ടി ബ്രിട്ടൻ ഇത് ഓട്ടോമൻ എംപയർ, ബ്രിട്ടൻ അന്ന് വളരെ പെട്ടെന്ന് വളർന്നു വരുന്ന ഒരു സാമ്രാജ്യത്വ ശക്തിയാണ്. അപ്പൊ അന്ന് ബ്രിട്ടൻ ഈ ഓട്ടോമൻ എംപയറിനെ കീഴ്പ്പെടുത്താനുള്ള പവറിലേക്ക് നിർത്തിയിട്ടില്ല, വളർന്നു വന്നുകൊണ്ടിരിക്കുന്ന കാലഘട്ടം. അപ്പൊ 1878 ബ്രിട്ടൻ ഇത് അവരെടുത്ത് ലീസിനെടുക്കുന്നു. ഈ ഓട്ടോമൻ എംപയറിന്റെ കയ്യിൽ നിന്ന് അത് ലീസിനെടുക്കുകയാണ്. ആ ലീസിനെടുക്കുന്ന സമയത്ത് അവിടുത്തെ മുസ്ലിം പോപ്പുലേഷൻ എന്ന് പറയുന്നത് 1/3 മാറി. അപ്പൊ ഓട്ടോമൻ എംപയർ 1571 അവിടെ വരുമ്പോൾ മുസ്ലിങ്ങളില്ല.
1878 ഓട്ടോമൻ എംപയർ ഇത് ബ്രിട്ടന് കൈമാറുന്ന സമയത്ത് അവിടുത്തെ 1/3 ജനവും മുസ്ലിംസ് ആയിട്ട് മാറി. അത് കൺവേർഷനേക്കാൾ ഏറെ ഈ തുർക്കിയിൽ നിന്നുള്ള കുടിയേറ്റാണ് പ്രധാനമായിട്ട്. ഒരുപാട് ആളുകളെ ഇത് വളരെ ഭയങ്കര നല്ല ദ്വീപാണ്, ഭയങ്കര ഫെർട്ടൈലാണ്. മാത്രമല്ല കോപ്പറിന്റെ ഒരുപാട് ഡെപ്പോസിറ്റ് ഉണ്ട്. അന്ന് ചെമ്പിന് വലിയ താല്പര്യമുള്ള കാലമാണ്. അപ്പൊ അതുകൊണ്ട് ധാരാളം ആളുകൾ ഈ ഭാഗം ഇങ്ങോട്ട് കുടിയേറി. അങ്ങനെ ടർക്കിയിൽ നിന്ന് മുസ്ലിംസ് കുടിയേറുകയും കുറെ അധികം ക്രിസ്ത്യാനികളെ ബലപ്രയോഗത്തിലൂടെ മുസ്ലിങ്ങളാക്കി മാറ്റുകയും ചെയ്തുകൊണ്ട് അവിടുത്തെ 1/3 പോപ്പുലേഷനെ ഇവർ മുസ്ലിംസ് ആക്കി മാറ്റി. പിന്നീട് 914 ഒന്നാം ലോകമഹായുദ്ധം വരുന്നു. അന്ന് ഓട്ടോമൻ എംപയറിനെ ബ്രിട്ടൻ അടിച്ചു തകർക്കുന്നു. അങ്ങനെ ഓട്ടോമൻ എംപയർ എന്ന് പറഞ്ഞൊരു സാധനം ലോകത്ത് നിന്നും ഡിസപ്പിയർ ചെയ്യുന്നു. സ്വാഭാവികമായിട്ടും ഈ സൈപ്രസ് എന്ന് പറയുന്ന ദ്വീപ് ബ്രിട്ടന്റെ കീഴിൽ വരുന്നു. അങ്ങനെ ബ്രിട്ടൻ 1960 ബ്രിട്ടന്റെ കീഴിൽ നിന്ന് സൈപ്രസ് ഫ്രീഡം പ്രാപിക്കുന്നത്. അപ്പോഴവിടെ 2 തരത്തിലുള്ള ജനതകളുണ്ട്. ഒന്ന് ഗ്രീസിൽ നിന്നുള്ള ഒറിജിനുള്ള ആളുകൾ, വേറൊന്ന് ടർക്കിയിൽ നിന്നുള്ള ഒറിജിനുള്ള ആളുകൾ. അപ്പൊ ഈ ഗ്രീസിൽ നിന്നുള്ള ആളുകളും ടർക്കിയിൽ നിന്നുള്ള ആളുകളും തമ്മിൽ മത്സരമായി. അപ്പൊ ഇവര് തമ്മിൽ ഒരു സിവിൽ വാർ ലെവലിലേക്ക് ഈ കാര്യങ്ങൾ എത്തുകയും ഈ ഗ്രീസിൽ നിന്നുള്ള പോപ്പുലേഷന് വളരെ മെജോറിറ്റി ഉണ്ട് എന്നുള്ളത് സത്യമാണ്. അങ്ങനെ 1974 തുർക്കി അവിടെ കടന്നു കയറി ബോംബാക്രമണം നടത്തുകയും ചെയ്തു. അപ്പൊ അതൊരു ടർക്കി ഇൻവേഷനാണ്. ഇപ്പൊ ഇറാനെയൊക്കെ ബോംബ് ചെയ്തതെന്ന് പറഞ്ഞ് ഒച്ചയുണ്ടാക്കുന്ന ആളുകൾ അന്ന് ടർക്കി ഇതിനകത്ത് ഇൻവൈഡ് ചെയ്ത് ബോംബ് ചെയ്തതിനെ കുറിച്ച് ഒരിക്കലും സംസാരിക്കാറില്ല. അങ്ങനെ ടർക്കി ബോംബ് ചെയ്യുകയും ഈ 1974 ഈ സൈപ്രസിന്റെ ഏകദേശം ഒരു 36% ഭാഗം അവരുടെ കീഴിലാക്കുകയും ചെയ്തു. ടർക്കിയുടെ കീഴിലാക്കുകയാണ് ചെയ്തത്. അല്ലാണ്ട് അവിടുത്തെ ജനത്തിന്റെ കീഴിലാണ്, തുർക്കിയുടെ കീഴിലാക്കിയെടുക്കുകയും അവിടെ പിന്നീട് UN ഇടപെട്ട ഒരു പീസ് ഒരു സമാധാനം കൊണ്ടുവരികയും അങ്ങനെ ഗ്രീസ് പോപ്പുലേഷനുള്ള സൈപ്രസും ടർക്കിഷ് ഒറിജിൻ പോപ്പുലേഷനുള്ള ആ റീജിയനും തമ്മിൽ ഒരു ബോർഡർ UN പീസ് കീപ്പിംഗ് ഫോഴ്സിന്റെ ഒരു ബോർഡർ നിലവിൽ വരികയും ചെയ്തു. അങ്ങനെ ഈ ടർക്കിഷ് പോപ്പുലേഷൻ കൂടുതലുള്ള ആ റീജിയന് ടർക്കി ഒരു പേരിട്ടു, ഓട്ടോണമസ് ടർക്കിഷ് സൈപ്രിയോട്ട് അഡ്മിനിസ്ട്രേഷൻ എന്നാണ്. അതായത് ഓട്ടോണമസ് ടർക്കിഷ് എന്നുള്ള വാക്ക് വന്നു. ടർക്കിക്കോട്ട് എന്താ കാര്യം? ടർക്കി വിദേശ രാജ്യമാണ്. ഓട്ടോണമസ് ടർക്കിഷ് സൈപ്രിയോട്ട് അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്ന അഡ്മിനിസ്ട്രേഷൻ ഈ 36% കൊണ്ടുവന്നു. അതൊരു സ്വതന്ത്ര രാജ്യമാണെന്ന് തുർക്കി പ്രഖ്യാപിച്ചു. ലോകത്തിൽ ആ സ്വതന്ത്ര രാജ്യത്തെ അംഗീകരിക്കുന്ന ഒരൊറ്റ രാജ്യമുള്ളൂ, അത് തുർക്കി മാത്രമാണ്. വേറെ ആരും ആ സ്വതന്ത്ര രാജ്യത്തെ അംഗീകരിക്കുന്നില്ല. ഈ 36% കൂടെ ഉൾപ്പെടുത്തിയുള്ള ഒരു സൈപ്രസിനെയാണ് ഒരു റിപ്പബ്ലിക് ഓഫ് സൈപ്രസ് എന്ന നിലയിൽ യുണൈറ്റഡ് നേഷൻസും ലോകത്തിലെ ടർക്കി ഒഴികെയുള്ള ബാക്കിയുള്ള മുഴുവൻ രാജ്യങ്ങളും അംഗീകരിക്കുന്നത്. മുഴുവനായിട്ടുള്ള എൻറ്റയർ ആയിട്ടുള്ള ഈ സൈപ്രസിനെയാണ്. അല്ലാതെ ഈ ഓട്ടോണമസ് ടർക്കിഷ് സെപ്പറേറ്റ് അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നതിന് ലോകത്തിലെ ഒരു രാജ്യവും അംഗീകരിച്ചിട്ടില്ല. ഇപ്പോഴത്തെ ഒരു പോപ്പുലേഷൻ അനുസരിച്ച് ഏകദേശം 13.4 ലക്ഷം ആളുകളാണ് സൈപ്രസിലുള്ളത്. അതിൽ 25% മുസ്ലിങ്ങളാണ്. മുസ്ലിങ്ങൾ തിങ്ങിപ്പാർക്കുന്നത് ഇതിന്റെ ഈ ടർക്കിഷ് അതിന്റെ വടക്ക് ഭാഗമാണ് ഈ ടർക്കി യുദ്ധം ചെയ്ത് പിടിച്ചെടുത്ത് അവരുടെ കയ്യിലാക്കി വെച്ച് ഒരു അഡ്മിനിസ്ട്രേഷൻ ആക്കി വെച്ചിട്ടുള്ളത്. അവിടെയാണ് മുസ്ലിം പോപ്പുലേഷൻ. അവിടെ മറ്റ് പോപ്പുലേഷൻ വളരെ കുറവാണ്. മുസ്ലിം നേരെ മറിച്ച് ഇതിന്റെ സൗതേൺ റീജിയൻ ബാക്കി വരുന്ന 64% വരുന്ന റീജിയണിൽ മെജോറിറ്റി ഓഫ് ദം ആർ ഓർത്തഡോക്സ് ക്രിസ്ത്യൻസ്. അതിന്റെ കൂടെ മുസ്ലിംസും താമസിക്കുന്നുണ്ട്. അവർക്ക് അവിടെ പ്രശ്നങ്ങളൊന്നുമില്ല ആസ് യൂഷ്വൽ. കൂടാതെ ടർക്കി ഈ പ്രദേശം പിടിച്ചിറക്കിയതിനു ശേഷം അവിടുന്ന് ഏകദേശം തുർക്കിയിൽ നിന്ന് 1.25 ലക്ഷം ആളുകളെ ഈ പ്രദേശത്തേക്ക് കൊണ്ടുവന്ന് കുടിയിരുത്തി. ഈ നോർത്തേൺ റീജിയണിൽ കൊണ്ടുവന്ന് കുടിയിരുത്തി 1974 ശേഷം 1.25 ലക്ഷം ആളുകളെ. എന്നിട്ട് അവർക്ക് വളരെ പെട്ടെന്ന് ജനസംഖ്യാ വർധനവിനുള്ള സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുകയും അതിനുള്ള ഒരു പ്രൊപ്പഗാൻഡ അവരുടെ ഇടയിൽ കൊണ്ടുവരിക. എല്ലാ മുസ്ലിം കമ്മ്യൂണിറ്റികളിലുള്ളതുപോലെ അതായത് ജനസംഖ്യാ വർധനവിലൂടെ കീഴ്പ്പെടുത്തുക എന്നുള്ള ആ ഒരു നയം മുൻനിർത്തിക്കൊണ്ട് ഈ ടർക്കിഷ് പോപ്പുലേഷനിടയിൽ ഇവരുടെ പെർസെന്റേജ് വർദ്ധിപ്പിക്കാനുള്ള ഒരു കഠിനമായ ശ്രമം നടന്നുകൊണ്ടിരിക്കുന്നു. അപ്പൊ ഇവരിവിടെ കൊണ്ടുവന്ന് ഇറക്കിയത് ഈ 1.7 ലക്ഷം തുർക്കികളെയാണ്. അപ്പം എന്നിട്ടാണ് ഇവർ പറയുന്നത് ഇവിടെ ഈ ജ്യൂസ് മൈഗ്രേറ്റ് ചെയ്യുന്നു, ജ്യൂസ് ഭയങ്കരമായിട്ട് പ്രശ്നമുണ്ട്. ജ്യൂസ് അവിടെ ഉണ്ടായിരുന്നേ ഇല്ല. ഇപ്പോഴും ഇവരുടെ പോപ്പുലേഷൻ ടർക്കിയിൽ ആകെയുള്ള ജ്യൂസിന്റെ എണ്ണം 11,000 പേരാണ്. 11,000 പേര് ആകെ ഉള്ളത് ജ്യൂസ് 11,000 പേരാണ്. തുർക്കി അന്ന് 1974 അവിടെ കൊണ്ടുവന്ന് കുടിയേറ്റി വെച്ചത് 1.25 ലക്ഷം ആളുകളെയാണ്. ഈ 11,000 ജ്യൂസ് അവിടെ കുടിയേറിയിരിക്കുന്നത് അവരവിടെ പോപ്പുലേഷൻ വർദ്ധിപ്പിച്ച് ഭരണം പിടിച്ചെടുക്കാനോ അങ്ങനത്തെ ലക്ഷ്യങ്ങളോടെ ഒന്നുമല്ല. അവരവിടെ വരുന്നത് അവിടെ എല്ലാ രാജ്യക്കാരുണ്ട്. അവിടെ 2 ലക്ഷത്തോളം ഫോറിൻ സിറ്റിസൺസ് ഉണ്ട്. 2 ലക്ഷത്തോളം ഫോറിൻ സിറ്റിസൺസ് ഉണ്ട്. 7,500 ഇന്ത്യക്കാരും ഉണ്ട്. അവിടെ ഏറ്റവും കൂടുതലുള്ള ഫോറിൻ സിറ്റിസൺസ് യൂറോപ്യൻ രാജ്യങ്ങളിലെ ആളുകളാണ്. അങ്ങനെ ചെല്ലുന്നവർക്ക് ഡ്യുവൽ സിറ്റിസൺഷിപ്പിനുള്ള സൗകര്യം ചെയ്തു കൊടുക്കുന്ന ഒരു രാജ്യമാണത്. അവർക്ക് അവിടെ ഇൻവെസ്റ്റ് ചെയ്യാം. അപ്പൊ ഇസ്രായേൽ ജൂയിഷ് ഒറിജിനുള്ള ആളുകൾ അല്ലെങ്കിൽ ജ്യൂസ് അവിടെ കാര്യമായി ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളൊരു വസ്തുതയാണ്. കാരണം റിയൽ എസ്റ്റേറ്റിലും മറ്റ് പല മേഖലകളിലും ഇൻവെസ്റ്റ് ചെയ്യാനുള്ള വലിയ സാധ്യതകളുണ്ട്.
ഇന്ന് മറ്റു രാജ്യങ്ങളിൽ ഇൻവെസ്റ്റ് ചെയ്യുക എന്നുള്ള ഒരു ന്യൂസ് അല്ല. സൗദി അറേബ്യയുടെയും യുണൈറ്റഡ് അറബ് എമിറേറ്റ്സിന്റെയും നേതൃത്വത്തിൽ ലോകത്തിലെ ഏറ്റവും വലിയ റീഫൈനറി വരുന്നത് ഗുജറാത്തിലാണ്. കാരണം അവരുടെ രാജ്യത്തുണ്ടാക്കിയാൽ ഇറാൻ അതിനെ നുള്ളിയെടുത്ത് കളയുമെന്ന് പേടിച്ചിട്ട് അവർ ഇന്ത്യയിൽ കൊണ്ടുവന്ന റീഫൈനറി ഉണ്ടാക്കുകയാണ്. ഇതൊക്കെ ഇന്ന് ലോകത്ത് നടക്കുന്ന കാര്യങ്ങളാണ്. അപ്പൊ ഇവിടെ ഒരു 1100 ജ്യൂസ് മൈഗ്രേറ്റ് ചെയ്തു എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിലെ കമ്മ്യൂണിസ്റ്റുകളും ഇസ്ലാമിസ്റ്റുകളും നിലവിളിക്കുമ്പോൾ അതിന്റെ പുറകിലുള്ള മോട്ടിവേഷൻ നമുക്ക് മനസ്സിലാവും. കാരണം ഇത് ടർക്കി വിഴുങ്ങാൻ വെച്ചൊരു സ്ഥലമാണ്. ആ ടർക്കി വിഴുങ്ങാൻ വെച്ച സ്ഥലത്തേക്ക് ജ്യൂസ് ചെല്ലുന്നു എന്ന് പറയുന്നത് അവർക്ക് ഭയമാണ്. അത്രയുള്ള പ്രശ്നം. അപ്പം ഗ്രീസും ടർക്കിയും തമ്മിൽ ഇതിന്റെ പേരിൽ വലിയ ടെൻഷൻ നിലനിൽക്കുന്നുണ്ട്. പലതവണ ഇത് യുദ്ധത്തിന്റെ വക്കിൽ വരെ എത്തിയ സംഗതിയാണ്. ഇപ്പൊ ഈ അടുത്ത കാലത്ത് ഇന്ത്യ പാകിസ്ഥാൻ കോൺഫ്ലിക്ട് ഉണ്ടായതിനു ശേഷം ടർക്കി അവിടെ വന്ന് അവരെ സഹായിച്ച് തോൽപ്പിക്കുകയൊക്കെ ചെയ്ത കഥ നമുക്കറിയുന്നതാണ്. അപ്പൊ അങ്ങനെ സഹായിച്ച് തോൽപ്പിച്ചതിന്റെ അടിസ്ഥാനത്തിൽ ഇന്ത്യ ഗ്രീസിന് ബ്രഹ്മോസ് മിസൈൽ കൊടുക്കാൻ തീരുമാനിച്ച കാര്യവും വാർത്തകളിൽ വന്നിരുന്നു. ഗ്രീസിനെ ആയുധങ്ങൾ കൊടുത്ത് സഹായിക്കാൻ ഇന്ത്യ തയ്യാറാവുന്നു. ഏറ്റവും സുപ്രീമായിട്ടുള്ള ആയുധങ്ങൾ ഗ്രീസിന് ഇന്ത്യ ലഭ്യമാക്കുന്നു എന്നുള്ള വാർത്തകൾ നമ്മൾ അന്ന് കണ്ടിരുന്നു. അതുപോലെ തന്നെ ടർക്കിയും ഇസ്രായേലും തമ്മിൽ കോൺഫ്ലിക്ട് ഉള്ളതാണ്. അവര് തമ്മിൽ കണ്ടുകൂടാ. അപ്പം ഇവിടെ ഒരു ഇസ്ലാമിക രാജ്യങ്ങളുടെ ഒരു ചാമ്പ്യൻ ആവാൻ ടർക്കിയിലെ എർദോഗൻ ശ്രമിക്കുന്നു എന്നുള്ളത് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. അദ്ദേഹം നാക്കുകൊണ്ടുള്ള ചാമ്പ്യങ്ങളിലേക്കേ ഉള്ളൂ. പിന്നെ ഇറാനിൽ പോയിട്ട് ഇസ്രായേൽ ബോംബിടുമ്പോൾ അദ്ദേഹം അകലെ നിന്നിട്ട് അങ്ങനെയല്ല ഇടേണ്ടത്, മറ്റേ കുറച്ച് ഇങ്ങോട്ട് മാറ്റിയായിരുന്നു ഇടേണ്ടത്, ഇങ്ങനത്തെ ഡയലോഗ് അടിക്കുന്നതുകൊണ്ട് വേറെ ഇടപെടാനൊന്നും മൂപ്പര് നിൽക്കൂല. വലിയ വാചകക്കാരനാണ്. അപ്പൊ മുസ്ലിം ലോകത്തിലെ ഇനി ഇറാൻ ആണ് ഇപ്പൊ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന നേതാവാകാൻ, പറ്റുന്നില്ലെങ്കിൽ ഞാൻ നേതാവാകാം എന്ന് പറഞ്ഞുകൊണ്ട് എർദോഗൻ അവിടെ നിൽക്കുന്നുണ്ട്. അപ്പൊ ആ എർദോഗനും ഇസ്രായേലും തമ്മിൽ പ്രശ്നമുണ്ട്. നേരെ മറിച്ച് ഗ്രീസും ഈ സൈപ്രസും ഇസ്രായേലും തമ്മിൽ ഭയങ്കര സുഹൃത്തുക്കളാണ്. അവർ തമ്മിൽ പലതരത്തിലുള്ള ഉടമ്പടികൾ, പ്രതിരോധ ഉടമ്പടികളടക്കം നിലവിലുള്ളതാണ്. അപ്പം ഈ കുറച്ച് ജ്യൂസ് സൈപ്രസിലേക്ക് ചെല്ലുന്നു എന്നുള്ളത് സൈപ്രസിനെ സംബന്ധിച്ച് അങ്ങേയറ്റം സന്തോഷമുള്ള കാര്യമാണ്. സൈപ്രസിലെ കമ്മ്യൂണിസ്റ്റുകാർക്ക് കുറച്ച് വിരോധമുണ്ട്. അതിനെ സംബന്ധിച്ച് ചില പ്രസ്താവനകളും വരുന്നുണ്ട്. കമ്മ്യൂണിസ്റ്റുകൾ എല്ലാ കാലത്തും ആന്റി നാഷണൽസ് ആണ്. അവർക്ക് ഭൂരിപക്ഷം ഇല്ലാത്ത എല്ലാ രാജ്യങ്ങളിലും അവരെ ഏകനസ്ഥ നേഷനാണ്. അവർക്ക് ഭൂരിപക്ഷമുള്ള സ്ഥലങ്ങളിലൊക്കെ അവർ വലിയ ദേശീയവാദികളാണ്. അതാണ് അവരുടെ ഒരു പൊളിറ്റിക്കൽ ലൈൻ എന്ന് പറയുന്നത്. അപ്പൊ അവിടെ സൈപ്രസിലും അതേ സംഗതി എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. ഈവൻ ഇസ്രായേലിൽ പോലും ഇസ്രായേലിനെതിരായി സംസാരിക്കുന്ന കമ്മ്യൂണിസ്റ്റുകളുണ്ട്. അപ്പൊ അത് ജനാധിപത്യ രാജ്യങ്ങളിൽ മാത്രമാണ് അത്തരം ഒരു സൗകര്യമുള്ളത്. നേരെ മറിച്ച് ചൈനയില് രാജ്യത്തിനെതിരായിട്ട് സംസാരിച്ചു കഴിഞ്ഞാൽ അപ്പൊ തലവെട്ടികളെ. റഷ്യയിലും അതേ സ്ഥിതിയാണ്. പിന്നെ ക്യൂബയിലും അതേ സ്ഥിതിയാണ്. നേരെ മറിച്ച് ജനാധിപത്യ രാജ്യങ്ങളിൽ, ഇൻക്ലൂഡിംഗ് അമേരിക്ക അടക്കമുള്ള രാജ്യങ്ങളിലെ കമ്മ്യൂണിസ്റ്റുകൾക്ക് രാജ്യത്തിനെതിരായി സംസാരിക്കുവാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. ഇവിടെ നിന്നുകൊണ്ട് ചൈനയെ സപ്പോർട്ട് ചെയ്യാനുള്ള സ്വാതന്ത്ര്യം ഇവിടെയുള്ള കമ്മ്യൂണിസ്റ്റുകൾക്കുണ്ട്. ഇവിടെ നിന്ന് പാകിസ്ഥാനെ സപ്പോർട്ട് ചെയ്യാനുള്ള സ്വാതന്ത്ര്യം ഇവിടുത്തെ ഇസ്ലാമിസ്റ്റുകൾക്കുണ്ട്. അത് ഒരു സ്വതന്ത്ര രാജ്യത്തിന്റെ പ്രത്യേകതയാണ്. ഇതേ സ്വാതന്ത്ര്യം ഉപയോഗിച്ചുകൊണ്ട് സൈപ്രസില് പ്രതിപക്ഷ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇവിടെ ജ്യൂസ് വരുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് ഈ അടുത്ത കാലത്ത് പ്രസ്താവന ഇറക്കിയിട്ടുണ്ട് എന്നുള്ളതൊരു വാസ്തവമാണ്. അപ്പൊ ഇതിന്റെ സത്യം ഇതാണ്. 1,75,000 ആളുകളെ തുർക്കി അവിടെ കൊണ്ട് കുടിയിരുത്തിയപ്പോ ഈ കമ്മ്യൂണിസ്റ്റുകാരൻ അത് കണ്ടില്ല. നേരെ മറിച്ച് ഒരു 15 വർഷത്തെ ഗ്യാപ്പിനിടയിലൂടെ ഏകദേശം 11,000 ജ്യൂസ് അവിടെ വന്ന് ഇൻവെസ്റ്റ് ചെയ്തത് കണ്ട് ഇവനെ സഹിക്കുന്നില്ല. അപ്പൊ ഇത് ഒരുപക്ഷെ സൈപ്രസ് ഗവൺമെന്റ് ഔദ്യോഗികമായി ക്ഷണിച്ചിട്ടാണോ ഇങ്ങനത്തെ ആളുകളോട് ചെല്ലുന്നതെന്ന് നമുക്കറിയാൻ പാടില്ല. കാരണം ഇസ്രായേലും സൈപ്രസ് ഗവൺമെന്റ് നമ്മുടെ അണ്ടർസ്റ്റാൻഡിംഗ് എന്താണ് എന്നുള്ളത് അറിയില്ല. അപ്പൊ ഇതാണ് ഈ സൈപ്രസിനെ സംബന്ധിച്ചുള്ള ഒരു വളരെ ചുരുങ്ങിയ ഒരു വിവരണം എന്ന് പറയുന്നത്. ഇപ്പോൾ പല സോഷ്യൽ മീഡിയകളിലും ഈ സൈപ്രസ് വിഷയം എടുത്തു പറഞ്ഞുകൊണ്ട് പല ആളുകളും പ്രത്യക്ഷപ്പെടുന്നുണ്ട്. അതിന്റെ നിജാവസ്ഥ എന്ന് പറയുന്നത് ഇതാണ്.